Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഐസിഐസിഐ ബാങ്കിന്റെ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം ഐസിഐസിഐ ബാങ്ക് കുറേ കാലമായിട്ട് പുതിയ ക്രെഡിറ്റ് കാർഡ്സുകളൊന്നും ലോഞ്ച് ചെയ്യാണ്ട് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു ബാങ്കാണ് കുറേ കാലമായിട്ട് ക്രെഡിറ്റ് കാർഡ്സ് പുതിയ ലോഞ്ചുകളൊന്നും ചെയ്യാത്ത ഒരു ബാങ്ക്. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് ഐസിഐസിഐ ബാങ്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ തന്നെ ക്ലോസ് ചെയ്യാനുള്ള പുറപ്പാടിലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും കാലമായി അവരൊരു പുതിയൊരു കാർഡ് വന്നിട്ട്. അപ്പോൾ ആക്ച്വലി പുതിയൊരു കാർഡ് ഒരു ഇപ്പോൾ എന്താ പറയുക പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലോഞ്ചിങ്ങിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പ്രീമിയം ടൈംസ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ആക്ച്വലി ഇതൊരു പ്രീമിയം ലെവൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ജോയിനിങ് ചാർജും മാനുവൽ ചാർജും പറയുന്നത് 20,000 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ നമുക്ക് 25 ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആക്ച്വലി ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെ ഇതിന്റെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് വരുന്നത് 1.49% ആണ്, കുറവാണ് നോർമലി കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് 0 ക്യാഷ് അഡ്വാൻസ് ചാർജ് ആണ്. അതായത് നമുക്ക് ATM ഉപയോഗിക്കുമ്പോൾ അഡ്വാൻസ് ചാർജ് ഒരു ചാർജ് ഉണ്ട് ATM ഉപയോഗിക്കുമ്പോൾ. ആ സാധനം ഇതിനില്ല, 0 ആണ് കേട്ടോ. അതുപോലെ തന്നെ റിഡംഷൻ ചെയ്യാൻ, അതായത് റിവാർഡ് റിഡംഷൻ ചെയ്യാനും 0 ആണ്, എക്സ്ട്രാ ചാർജുകളോ സംഭവങ്ങളൊന്നും ഇല്ല. അതാണ് അവർ കുറച്ച് ഒരു ഭയങ്കരമായിട്ട് അട്രാക്ഷൻ പോലെ അവർ കൊടുത്തേക്കുന്ന കുറച്ച് ഓഫേഴ്സ്. വലിയ കാര്യമായിട്ടുള്ള ഓഫറൊന്നും പറയാൻ പറ്റില്ല. 25 ലക്ഷം രൂപ ആനുവലി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ റിവാർഡ് സെക്ഷനും അതുപോലെ തന്നെ എന്താ പറയുക ടൈംസ്, ഇതിന്റെ പേര് വരുന്നത് ടൈംസ് ബ്ലാക്ക് ഐസിഐസിഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നാണ്. അപ്പോൾ ഇതിന്റെ റിവാർഡ് പോയിന്റ് ഏർണിങ്ങിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തായാലും സംസാരിക്കാം. ഇത് ആക്ച്വലി പറഞ്ഞേക്കുന്നത് ഇത് ഈ കാർഡ് ആക്ച്വലി ഫുള്ളി റിലീസ്ഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിവാർഡ് കാറ്റഗറി ഫുള്ളൊന്നും കറക്റ്റായിട്ട് റീസ്ട്രക്ചറിങ് സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് റിവാർഡ് കാറ്റഗറി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ, അത് കാര്യം. പിന്നെ you can earn up to ₹5,000 reward points on certain restricted categories. അതായത് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് ഉപയോഗിച്ചാൽ കിട്ടാത്ത കാറ്റഗറിയിൽ നമുക്ക് ആക്ച്വലി ഇതിൽ അത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഒക്കെ നമുക്ക് റീസെന്റ് കുറേ എന്താ പറയുക ബാനിങ് അല്ല കുറേ ക്യാപ്പിങ്ങും സംഭവങ്ങളൊക്കെ വന്നു. അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ്, എഡ്യൂക്കേഷൻ എക്സ്പെൻസസ്, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോഴൊന്നും മിക്ക ക്രെഡിറ്റ് കാർഡിലും നമുക്ക് ക്യാഷ് ബാക്കോ റിവാർഡോ ഒന്നും കിട്ടില്ല. പക്ഷേ ഈ കാർഡിൽ നമുക്ക് മാക്സിമം 5,000 റിവാർഡ് പോയിന്റ്സ് വരെ നമുക്ക് ഈ കാറ്റഗറിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ശരിക്കും ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ള റിവാർഡ് കാറ്റഗറി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പറയാം. എന്തായാലും എന്താ പറയുക ഐസിഐസിഐ ബാങ്കിന്റെ പുതിയൊരു ക്രെഡിറ്റ് കാർഡ്സ് എന്തായാലും ഇപ്പോൾ ലോഞ്ച് ആവാൻ നിൽക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഭാഗ്യം. ഞാൻ ആക്ച്വലി വിചാരിച്ച ഐസിഐസിഐ ബാങ്ക് നിർത്താൻ പോകുന്നു. എന്ന് വെച്ചാൽ ഐസിഐസിഐ ബാങ്ക് നിർത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് പ്രോബ്ലം വരാറില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ഫുള്ളി ക്രെഡിറ്റ് കാർഡൊക്കെ നിർത്തി പോകണം. അതെന്തായാലും നടക്കാൻ പോകുന്നത് ഇന്ത്യൻ കമ്പനിയാണല്ലോ. അപ്പോൾ ഫുള്ളി നിർത്താൻ എന്തായാലും ചാൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഞാൻ വിചാരിച്ച ക്രെഡിറ്റ് കാർഡ് ഇനി പുതിയ ആൾക്കാർക്ക് കൊടുക്കല പരിപാടി നിർത്തുന്ന പ്രതീക്ഷിച്ചിട്ടാണ്. വെച്ചാൽ അങ്ങനത്തെ ഒരു കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇത് തന്നെയായിരുന്നു ആക്ച്വലി ഐസിഐസിഐ ബാങ്കിന്റെ ഒരു സ്ഥിതി. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഐസിഐസിഐ ബാങ്ക് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള വല്ല പരിപാടി ഉണ്ടാകുന്നു. പക്ഷേ എന്തായാലും അതെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഗുഡ് സൈൻ ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ പുതിയ കാർഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അതും ഒരു പ്രീമിയം കാർഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീമിയം കാർഡ്സിന്റെ ഗുണം എന്താ വെച്ചാൽ അത് ആർക്കൊക്കെ എടുക്കണമെന്ന് റെക്കമെൻഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇപ്പോൾ ട്രിപ്പും ട്രാവൽ എക്സ്പെൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യും. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സ് എടുത്താൽ മതിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം വേസ്റ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും അത് ആക്ച്വലി ഇവരുടെ അത്യാവശ്യം പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സ് എന്താ ഗുണം വെച്ചാൽ നല്ല റിവാർഡ് കാറ്റഗറി സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അത്രയും ഒരു ജോയിന്റ് ഫീസും ആനുവൽ ഫീസും കൊടുക്കേണ്ടി വരും, അത്രയും നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്കത് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഫോറിൻ ട്രാൻസാക്ഷനും ട്രാവൽ എക്സ്പെൻസും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. എന്നാലും നമുക്കത് അതിൻ്റെ ഒരു വെറുത്ത് തിരിച്ചു കിട്ടുള്ളൂ. അല്ലാത്തവർ എടുത്തു കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും. ഞാൻ അതുകൊണ്ടൊക്കെയാണ് എടുക്കാത്തത്. എന്താ വെച്ചാൽ നമുക്ക് ഫുൾ വർക്ക് ഫ്രോം ഹോം പരിപാടിയാണ്. അപ്പോൾ ഓഫീസിൽ പോലും പോകാറില്ല. ഇപ്പോൾ ഭയങ്കര റെയർ ആയിട്ടൊക്കെ മീറ്റിംഗ്സും സംഭവത്തിലൊക്കെ മാത്രമേ പോകാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഒറ്റ പ്രീമിയം കാർഡ്സ് എടുക്കാത്തത്. ആക്ച്വലി പ്രീമിയം കാർഡ് ഉള്ളതെന്ന് പറയുന്നത് 𝐼𝐻 മാത്രമേ ഉള്ളൂ. അത് ഞാൻ ചിലപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ചാർജ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ല ചാർജ് കാർഡ് ചിലപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമുക്കറിയാം എനിക്ക് 𝐼𝐻 നമ്മൾ അത്യാവശ്യം നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ അവർ കുറേ ഗിഫ്റ്റും സംഭവമൊക്കെ നിങ്ങളിപ്പോൾ കണ്ടായിരിക്കും. റീസെൻ്റ്ലി നമ്മൾ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഈ ഒരു ടേബിൾ ക്ലോക്കും ഉണ്ടോ നല്ല കിടിലൻ സാധനമാണ്. 𝐼𝐻 ബ്രാൻഡിങ് ഒന്നും കൂടെ കാണാം. ഇതൊക്കെ എനിക്ക് ആക്ച്വലി 𝐼𝐻 അയച്ചതാണ്. ഇതിന് മുമ്പ് വേറൊരു ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു പോയി കണ്ടു നോക്കട്ടാ. 2 ചാനലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തൊരു പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വിളിക്കൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിൽ നിന്നാണ് അടുത്ത വീഡിയോ കാണാം. ബൈ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ്, മറക്കണ്ട.